സമാജം HSS മുതുകുളത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചാപ്റ്റർ 7 സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് ആരംഭിക്കാം. സിൻസ് complete study of population is not always possible. പോപ്പുലേഷനെ കുറിച്ചുള്ള പൂർണ്ണമായ പഠനം എല്ലായ്പ്പോഴും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ sampling methods are extensively used in almost all of the studies relating to life. ജീവിതവുമായി ബന്ധപ്പെട്ട മിക്കവാറും എല്ലാ പഠനങ്ങളിലും വളരെ കൂടുതലായി ഉപയോഗിക്കുന്നത് സാമ്പിളിംഗ് മെത്തേഡ്സ് ആണ്. സാമ്പിളിംഗ് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേംസ് വളരെ ഫെമിലിയർ ആയിട്ട് ഉണ്ടാവണം. ആ ടേംസ് ആണ് സ്റ്റാറ്റിസ്റ്റിക്, പാരാമീറ്റർ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് എക്സെട്ര. അപ്പൊ ഈ ടേംസ് എല്ലാം തന്നെ നമുക്ക് നന്നായിട്ട് അറിയണം. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്, എന്താണ് പാരാമീറ്റർ, എന്താണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് എന്നൊക്കെയുള്ള ടേംസ് വളരെ നന്നായിട്ട് അറിയണം. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് പഠിക്കുമ്പോൾ ഈ ടേംസ് എന്താണെന്ന് നന്നായിട്ട് അറിയണം. ടോട്ടാലിറ്റി ഓഫ് ഓൾ ദി HSS സ്റ്റുഡൻസ് ഇൻ കേരള, കേരളത്തിലെ മുഴുവൻ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസിനെയും നമുക്കൊരു പോപ്പുലേഷൻ ആയി കൺസിഡർ ചെയ്യാം. കേരളത്തിലെ മുഴുവൻ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസിനെയും ഒരു പോപ്പുലേഷൻ ആയി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു ചെറിയ ഭാഗത്തിന് റെപ്രസെന്റേറ്റീവ് പാർട്ട് ഓഫ് ഓൾ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ് ഇൻ കേരള, കേരളത്തിലെ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസിന്റെ ഒരു ചെറിയ ഭാഗം, അതിനെ നമുക്കൊരു സാമ്പിൾ എന്ന് പറയാം. അപ്പൊ എന്താണ് പോപ്പുലേഷൻ? ഒരു എക്സാമ്പിൾ എന്താണ്? കേരളത്തിലെ എല്ലാ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസും, അത് മുഴുവൻ ടോട്ടൽ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ് ഇൻ കേരളയെ നമുക്ക് ഒരു പോപ്പുലേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു 100 ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ്, അതായത് എ പാർട്ട് ഓഫ് ഓൾ HSS സ്റ്റുഡൻസ് ഇൻ കേരള, അതിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. We can describe samples and populations by using measures such as mean, median, mode, range, standard deviation, etc. സാമ്പിൾസിനെയും പോപ്പുലേഷനെയും വിശദീകരിക്കാൻ സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന അളവുകളാണ് മീൻ, മീഡിയൻ, മോഡ്, റേഞ്ച്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മുതലായവ. ഈ അളവുകൾ മീൻ, മീഡിയൻ, മോഡ്, റേഞ്ച്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മുതലായ അളവുകൾ ഉപയോഗിച്ച് വിശദീകരിക്കുന്നത് സാമ്പിൾ ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിൽ അവയെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയാം. മീൻ, മീഡിയൻ, മോഡ്, റേഞ്ച്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തുടങ്ങിയ അളവുകൾ ഉപയോഗിച്ച് വിശദീകരിക്കുന്നത് പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിൽ അതിനെ നമുക്ക് പാരാമീറ്റേഴ്സ് എന്ന് പറയാം. അപ്പൊ എന്താണ് സ്റ്റാറ്റിസ്റ്റിക് എന്നാൽ? When these terms describe the characteristics of a sample, സാമ്പിളിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മീൻ, മീഡിയൻ, മോഡ്, റേഞ്ച്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തുടങ്ങിയ മെഷേഴ്സ് ഉപയോഗിച്ച് വിശദീകരിക്കുന്നതെങ്കിൽ അവയെ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയാം. മീൻ, മീഡിയൻ, മോഡ്, റേഞ്ച്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മുതലായ മെഷേഴ്സ് ഉപയോഗിച്ച് വിശദീകരിക്കുന്നത് പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിൽ അതിനെ നമുക്ക് പാരാമീറ്റേഴ്സ് എന്ന് പറയാം. പാരാമീറ്ററും സ്റ്റാറ്റിസ്റ്റിക്കും നമുക്ക് ഡിഫൈൻ ചെയ്യാം. എ പാരാമീറ്റർ ഈസ് എ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷന്റെ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് പാരാമീറ്റർ എന്ന് പറയുക. എ സ്റ്റാറ്റിസ്റ്റിക് ഈസ് എ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ സാമ്പിൾ. സാമ്പിളിന്റെ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്കിനെയാണ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുക. അപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ പറയാം? പോപ്പുലേഷൻ കോൺസ്റ്റന്റ് ഈസ് കോൾഡ് പാരാമീറ്റർ, സാമ്പിൾ കോൺസ്റ്റന്റ് ഈസ് കോൾഡ് സ്റ്റാറ്റിസ്റ്റിക്. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കും പാരാമീറ്ററും, പാരാമീറ്റർ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പോപ്പുലേഷൻ. സ്റ്റാറ്റിസ്റ്റിക് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സാമ്പിൾ. Thus, population parameter is a constant computed for the entire population. മൊത്തം പോപ്പുലേഷൻ, ടോട്ടൽ പോപ്പുലേഷനിൽ നിന്നാണ് നമ്മൾ പോപ്പുലേഷൻ പാരാമീറ്റർ എപ്പോഴും കണ്ടുപിടിക്കുന്നത്. population mean, population median, population variance and so on. population constants ആയ population mean, population median, population variance തുടങ്ങിയവയെല്ലാം നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്തിൽ നിന്നാണ്? ഹോൾ പോപ്പുലേഷൻ, എൻ്റയർ പോപ്പുലേഷനിൽ നിന്നാണ് നമ്മൾ ഈ പോപ്പുലേഷൻ കോൺസ്റ്റന്റ്സ് കണ്ടുപിടിക്കുന്നത്. മിക്കവാറും കേസിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും.
അപ്പൊ പോപ്പുലേഷൻ കോൺസ്റ്റൻസ് എസ്റ്റിമേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്, പോപ്പുലേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഹോൾ പോപ്പുലേഷൻ കൺസിഡർ ചെയ്തിട്ട് വേണം പോപ്പുലേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ പാരാമീറ്റർ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ പോപ്പുലേഷൻ പാരാമീറ്റർ അതുകൊണ്ട് തന്നെ അൺനോൺ ആയിരിക്കും, പക്ഷെ ഫിക്സഡ് ആണ്. അൺനോൺ ബട്ട് ഫിക്സഡ് ആണ്. അപ്പൊ ഈ അൺനോൺ ആയ പോപ്പുലേഷൻ പാരാമീറ്റർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് ഉപയോഗിക്കുന്നത്. സാമ്പിൾ കോൺസ്റ്റൻസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? പോപ്പുലേഷൻ പാരാമീറ്റർ എസ്റ്റിമേറ്റ് ചെയ്യും, അതായത് കണ്ടുപിടിക്കും. പോപ്പുലേഷൻ പാരാമീറ്റർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് യൂസ് ചെയ്യുന്നത്. പോപ്പുലേഷൻ എപ്പോഴും വളരെ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ ചെറിയൊരു ഭാഗമായ സാമ്പിൾ എടുത്തിട്ട് സാമ്പിൾ കോൺസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ വാല്യൂ വെച്ചിട്ട് നമ്മൾ പോപ്പുലേഷൻ പാരാമീറ്റർ എസ്റ്റിമേറ്റ് ചെയ്യും. അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് എനി കോൺസ്റ്റന്റ് കമ്പ്യൂട്ടഡ് ഫ്രം സാമ്പിൾ ഡേറ്റ. സാമ്പിൾ ഡേറ്റ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന കോൺസ്റ്റന്റിനെയാണ് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏതൊക്കെയാ? സാമ്പിൾ മീൻ, സാമ്പിൾ മീഡിയൻ, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സാമ്പിൾ വേരിയൻസ് ആൻഡ് സോ ഓൺ. അതായത് സാമ്പിൾ വാല്യൂസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നതാണ് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്. അതിന്റെ എക്സാമ്പിൾ ഏതാ? സാമ്പിൾ മീൻ, സാമ്പിൾ മീഡിയൻ, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സാമ്പിൾ വേരിയൻസ് ആൻഡ് സോ ഓൺ. മനസ്സിലായോ? Usually we denote sample mean as x bar and sample standard deviation as s and sample variance as s square. സാധാരണയായിട്ട് നമ്മൾ സാമ്പിൾ മെയിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? എക്സ് ബാർ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസ്. സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? സ്മോൾ എസ്. സാമ്പിൾ വേരിയൻസ് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? എസ് സ്ക്വയർ. അതുപോലെ പോപ്പുലേഷൻ മീൻ എന്നെങ്ങനെ ഡിനോട്ട് ചെയ്യും? മ്യൂ. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ ഡിനോട്ട് ചെയ്യും? സിഗ്മ. പോപ്പുലേഷൻ വേരിയൻസ് എങ്ങനെ ഡിനോട്ട് ചെയ്യും? സിഗ്മ സ്ക്വയർ. ഇത്രയും നാള് നമ്മൾ മീനും മീഡിയൻ മോഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ മ്യൂവോ സിഗ്മ സ്ക്വയറോ എക്സോ ഒക്കെ വെച്ചിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അതിന്റെ ആ ഡിഫറൻസ് മനസ്സിലാക്കിയാൽ ഇനി ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മീൻ എന്ന് പറയുമ്പോൾ ഏത് മീനാണെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ അത് എക്സ് ബാർ കൊടുക്കണോ മ്യൂ എന്ന് കൊടുക്കണോ എന്ന് അറിയാം. പോപ്പുലേഷൻ മീൻ ആണെങ്കിൽ മ്യൂ കൊടുക്കുക, സാമ്പിൾ മീൻ ആണെങ്കിൽ എക്സ് ബാർ കൊടുക്കുക. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ സ്മാൾ എസ് കൊടുക്കുക, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ സിഗ്മ കൊടുക്കുക. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ സമം എന്നുള്ള ഇക്വേഷൻ ഒക്കെയാ പഠിച്ചത് അല്ലേ? അപ്പൊ അത് നമ്മൾ അത്രത്തോളം തറവായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷം. എസും സിഗ്മയും തമ്മിലുള്ള ഡിഫറൻസ്. എസ് എന്ന് പറയുന്നത് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സിഗ്മ എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതുപോലെ പോപ്പുലേഷൻ വേരിയൻസ് ആണ് സിഗ്മ സ്ക്വയർ, സാമ്പിൾ വേരിയൻസ് ആണ് എസ് സ്ക്വയർ. ആ ഡിഫറൻസ് മനസ്സിലാക്കി തന്നെ എഴുതുക. അപ്പൊ നമുക്കൊന്ന് നോക്കാം. മീൻ സ്റ്റാറ്റിസ്റ്റിക്, അതായത് സാമ്പിൾ മീൻ എക്സ് ബാർ, പാരാമീറ്റർ എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ മീൻ മ്യൂ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസ്, അത് സ്റ്റാറ്റിസ്റ്റിക് ആണ്. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ, അത് പാരാമീറ്റർ ആണ്. വേരിയൻസ് സാമ്പിൾ വേരിയൻസ് എസ് സ്ക്വയർ, പോപ്പുലേഷൻ വേരിയൻസ് സിഗ്മ സ്ക്വയർ. അപ്പൊ പോപ്പുലേഷൻ, സാമ്പിൾ, സ്റ്റാറ്റിസ്റ്റിക്, പാരാമീറ്റർ ഇതെല്ലാം മനസ്സിലായല്ലോ. സാമ്പിൾ കോൺസ്റ്റന്റിനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയും, പോപ്പുലേഷൻ കോൺസ്റ്റന്റിനെ നമ്മൾ പാരാമീറ്റർ എന്ന് പറയും. മനസ്സിലായോ എല്ലാവർക്കും? ഇനി നമുക്ക് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം. There are two types of simple random sampling. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയാണ് ഓർമ്മയുണ്ടോ എല്ലാവർക്കും? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആൻഡ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ്. എന്താ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഇപ്പൊ നമ്മളൊരു ഓറഞ്ച് ഷോപ്പിൽ പോയിട്ട് ഓറഞ്ച് വാങ്ങുകയെന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ നിന്നും ആ ഓറഞ്ച് നമ്മൾ 1 by 1 ആയിട്ട് ഇപ്പൊ ഒരു 5 ഓറഞ്ചസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. 1 by 1 ആയിട്ട് 5 ഓറഞ്ച് സെലക്ട് ചെയ്യുന്നു. അതെന്തുവാ? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. നമ്മൾ എടുത്ത സാധനം തിരിച്ചു വെക്കുന്നില്ല, തിരിച്ച് വീണ്ടും നമ്മൾ 5 എണ്ണം സെലക്ട് ചെയ്യുന്നു. ഒരെണ്ണം എടുത്ത് നോക്കി, ഇഷ്ടപ്പെട്ടില്ല, തിരിച്ചു വെച്ചു, അടുത്ത ഒരെണ്ണം എടുത്തു. അതായത് വിത്ത് റീപ്ലേസ്മെന്റ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഒരെണ്ണം എടുത്തു, അത് തിരിച്ചു വെച്ചു, വീണ്ടും ഒരെണ്ണം എടുത്തു, അത് നോക്കി, അങ്ങനെ 5 എണ്ണം റീപ്ലേസ്മെന്റോടുകൂടി 5 എണ്ണം എടുക്കുകയാണെങ്കിൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് കൂടാതെ എടുക്കുകയാണെങ്കിൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. കഴിഞ്ഞ വർഷം നമ്മൾ ഇത് വിശദമായിട്ട് പഠിച്ചതാണ്. The possible number of samples in simple random sampling without replacement
സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റിൽ പോസിബിൾ നമ്പർ ഓഫ് സാമ്പിൾസ് എത്രയായിരിക്കും? NCN. ക്യാപിറ്റൽ N എന്ന് പറയുന്ന പോപ്പുലേഷൻ സൈസ്, സ്മാൾ n എന്ന് പറയുന്ന സാമ്പിൾ സൈസ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റിലാണെങ്കിൽ നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് എന്തായിരിക്കും? N⁻n. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ച് പഠിക്കുക. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റിൽ നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് എത്രയാണ്? NCN. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റിൽ നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് എത്രയാണ്? NCN. Let n be the population size. ഒരു പോപ്പുലേഷന്റെ സൈസ് ക്യാപിറ്റൽ N ആണെന്ന് വിചാരിക്കുക, സാമ്പിളിന്റെ സൈസ് സ്മാൾ n ആണെന്ന് വിചാരിക്കുക. നമ്മൾ കൺസിഡർ ചെയ്യുന്നു സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ the number of possible samples എത്രയായിരിക്കും? NCN. The probability of selecting a sample എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/NCN. അപ്പൊ ഇവിടെ ഓർമ്മിക്കേണ്ട പോയിന്റ്സ് എന്തെല്ലാമാണ്? പോപ്പുലേഷൻ സൈസ് ക്യാപിറ്റൽ N, sample size small n. We considering simple random sampling without replacement. We consider simple random sampling without replacement. അങ്ങനെയാണെങ്കിൽ the number of possible samples, simple random sampling without replacement, possible samples ന്റെ എണ്ണം എത്രയായിരിക്കും? NCN. Then the probability of select a sample, probability of select a sample എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/NCN. എന്തായിരിക്കും? 1/NCN. 1/NCN. Consider the ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ consider the population size 5 having units 3, 5, 6, 8 and 11. Take a sample of size 2. ഒരു പോപ്പുലേഷന്റെ സൈസ് 5 ആണെന്നും ആ പോപ്പുലേഷൻ വാല്യൂസ് 3, 5, 6, 8 and 11 ആണെന്നും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ the number of possible samples എന്തായിരിക്കും? 5C2. 5C2 എത്രയാണെന്ന് നമുക്കറിയാം? 5 factorial by 5 minus 2 factorial into 2 factorial. അത് എത്ര കിട്ടും? 10. അത് എത്ര കിട്ടും? 10. ക്ലിയർ ആണല്ലോ? Let us try to write the samples in simple random sampling without replacement and sample mean and the probability of sample. അത് എങ്ങനെ എഴുതുന്നു നമുക്ക് നോക്കാം. ആദ്യം നമുക്കറിയാം പോപ്പുലേഷൻ വാല്യൂസ് എന്തെല്ലാമാണ് നമുക്കറിയാം. ഏതൊക്കെയാണ്? 3, 5, 6, 8, 11. പോപ്പുലേഷൻ സൈസും സാമ്പിൾ സൈസും എത്രയാണെന്ന് നമുക്കറിയാം. പോപ്പുലേഷൻ സൈസ് 5 അല്ലെ? 1, 2, 3, 4, 5. സാമ്പിൾ സൈസ് എത്രയാ? 2. അപ്പൊ എത്ര പോസിബിൾ സാമ്പിൾസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും? 5C2. NCN സമം 5C2 is equal to 10. 10 possible samples നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. അതെങ്ങനെ 10 possible samples എടുക്കുന്നത് എങ്ങനെയാന്ന് നോക്കി. നമ്മുടെ പോപ്പുലേഷൻ വാല്യൂസ് ഏതെല്ലാമാണ്? 3, 5, 6, 8, 11. അതിൽ നിന്ന് രണ്ടെണ്ണം വിത്തൗട്ട് റീപ്ലേസ്മെന്റ്, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റിൽ സാമ്പിൾസ് എങ്ങനെ ചൂസ് ചെയ്യുന്നു എന്ന് നോക്കാം. 3, 5, 3, 6. ഇവിടെ നോക്കിയേ സാമ്പിൾസ് എഴുതിയേക്കുന്നത് 3, 5. ഫസ്റ്റ് സാമ്പിൾ ഏതാ? 3, 5. അടുത്ത ഏതാ? 3, 6, 3, 8, 3, 11. 3, 5, 3, 6, 3, 8, 3, 11. അടുത്ത നോക്കിയേ 5, 3 ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താ? 5, 6, 5, 8, 5, 11. അടുത്ത ഏതാ? 5, 6, 5, 8, 5, 11. അടുത്ത ഏതാ? 6, 8, 6, 11. അടുത്ത ഏതാ? 8, 11. 10 സാമ്പിൾസ് ആയല്ലോ. 3, 5, 3, 6, 3, 8, 3, 11. 3, 11 വരെ എത്ര സാമ്പിൾസ് വന്നു? 4. അടുത്ത എന്താ വരുന്നത്? 5, 6, 5, 8, 5, 11. എത്ര സാമ്പിൾസ്? 3. അപ്പൊ എത്ര വന്നു? 4 plus 3, 7. അടുത്ത ഏതാ? 6, 8, 6, 11. 7 plus 2, 9. അവസാനത്തെ ഏതാ? 8, 11. അപ്പൊ എത്ര ടോട്ടൽ സാമ്പിൾസ് എത്ര വന്നു? 10 സാമ്പിൾസ്. 10 സാമ്പിൾസും ചൂസ് ചെയ്യാൻ മനസ്സിലായല്ലോ. അതിന്റെ മീൻ 3, 5. അതിന്റെ മീൻ എത്ര? 5 plus 3, 8. 8/2 എത്ര? 4. 3 plus 6, 9. 9/2 എത്ര? 4.5. 3 plus 8, 11. 11/2 എത്ര? 5.5. 3 plus 11, 14. 14/2, 7. 5 plus 6, 11. 11/2, 5.5. 5 plus 8, 13. 13/2, 6.5. 5 plus 11, 16. 16/2, 8. 6 plus 8, 14. 14/2, 7. 6 plus 11, 17. 17/2, 8.5. 8 plus 11, 19. 19/2, 9.5. Mean of x bar. x barന്റെ മീൻ എത്ര വന്നു? 66. ഈ x bar വാല്യൂസ് എല്ലാം കൂടെ കൂട്ടി അതിന്റെ ടോട്ടൽ സിഗ്മ x bar ആണ് എത്ര കിട്ടിയത്? 66.
നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് സാമ്പിൾ എത്രയാന്ന് നമുക്കറിയാം 1/NCN. 1/NCN എത്രയാ? എല്ലാത്തിന്റെയും പ്രോബബിലിറ്റി ഓഫ് സാമ്പിൾ എത്ര തന്നെയാണ്? 1/NCN. NCN ഇവിടെ 10 ആയതുകൊണ്ട് എല്ലാത്തിന്റെയും പ്രോബബിലിറ്റി ഓഫ് സാമ്പിൾ എത്രയാണ്? 1/10. ക്ലിയർ ആയോ എല്ലാവർക്കും? When we consider simple random sampling with replacement, simple random sampling with replacement പരിഗണിക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്താ? പോസിബിൾ നമ്പർ ഓഫ് സാമ്പിൾസിന്റെ എണ്ണം എത്രയാണെന്ന് അറിയാം? n raised to n. പ്രോബബിലിറ്റി ഓഫ് സെലക്ട് സാമ്പിൾ എത്രയാ? 1/n raised to n. കഴിഞ്ഞ എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലെ പോപ്പുലേഷൻ സൈസ് എത്രയായിരുന്നു? 5. സാമ്പിൾ സൈസ് എത്രയായിരുന്നു? 2. അപ്പൊ അതിലെ പോസിബിൾ സാമ്പിൾസിന്റെ എണ്ണം എത്ര കിട്ടും? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് പരിഗണിച്ചാൽ കഴിഞ്ഞ എക്സാമ്പിളിന്റെ പോസിബിൾ സാമ്പിൾസിന്റെ എണ്ണം എത്ര കിട്ടും? 5² = 25. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ചെയ്തപ്പോഴുള്ള എക്സാമ്പിൾ തന്നെ കൺസിഡർ ചെയ്യാം. അവിടെ പോപ്പുലേഷൻ സൈസ് എത്രയായിരുന്നു? 5. പോപ്പുലേഷൻ വാല്യൂസ് ഏതെല്ലാം ആയിരുന്നു? 3, 5, 6, 8, 11. സാമ്പിൾ സൈസ് എത്രയാണ്? 2. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യുന്നത്? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റിൽ നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് എത്രയാണ്? n raised to n. ഇവിടെ ക്യാപിറ്റൽ N എന്ന് പറയുന്ന 5 ആണ്. സാമ്പിൾ സൈസ് സ്മോൾ n എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ എത്ര കിട്ടി? 5². 5² = 25. ആ 25 സാമ്പിൾസ് എങ്ങനെ ചൂസ് ചെയ്യാം നോക്കാം. 3, 3, 3, 5, 3, 6, 3, 8, 3, 11. അടുത്ത 5, 3, 5, 5, 5, 6, 5, 8, 5, 11. അടുത്ത നോക്കിയേ 6, 3, 6, 5, 6, 6, 6, 8, 6, 11. അടുത്ത നോക്കിയേ 8, 3, 8, 5, 8, 6, 8, 8, 8, 11. അടുത്ത നോക്കിയേ 11, 3, 11, 5, 11, 6, 11, 8, 11, 11. അപ്പൊ 25 സാമ്പിൾസ് ആയി. മനസ്സിലായോ? 3, 3, 3, 5, 3, 6, 3, 8, 3, 11. അങ്ങനെ തുടങ്ങി 11, 11 വരെ എത്ര സാമ്പിൾസ് ഉണ്ട്? ഓരോ വരിയിലും 5 എണ്ണം വെച്ച് 5 സെറ്റ്. 5 5 × 5 25. അപ്പൊ 25 സാമ്പിൾസ് ചൂസ് ചെയ്യാൻ. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഇപ്പൊ നമ്മളിപ്പോ കണ്ടുപിടിച്ച സാമ്പിൾ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചതും അതിന്റെ സാമ്പിൾ നമ്പേഴ്സ് 1 to 25 വരെയുള്ള നമ്പേഴ്സ് കൊടുക്കാം. സാമ്പിൾ വാല്യൂസ് എഴുതാം. അതിന്റെ മീൻ കാണാം. അതിന്റെ പ്രോബിലിറ്റി ഓഫ് സാമ്പിൾ കാണാം. അപ്പൊ 5 എണ്ണം വെച്ചിട്ട് ഞാൻ പല സെറ്റ് ആയിട്ടാണ് കണ്ടുപിടിച്ചേക്കുന്നത്. സാമ്പിൾ നമ്പേഴ്സ് 1, 2, 3, 4, 5 up to 25 വരെ ഉണ്ട്. സാമ്പിൾ വാല്യൂസ് 3, 3, 3, 5, 3, 6, 3, 8, 3, 11. അതിന്റെ മീൻ ഇത്രയും സാമ്പിൾ വാല്യൂസിന്റെ മീൻ 3 + 3 6/2 3, 3 + 5 8, 8/2 4. ഇതിന്റെ 3, 6 അതിന്റെ മീൻ 4.5, 3, 8 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് /2. അപ്പൊ എത്ര? 5.5. 3, 11 അതിന്റെ മീൻ 7. അതിന്റെ പ്രോബിലിറ്റി ഓഫ് സാമ്പിൾ എത്ര വന്നു? 1/n raised to n. എത്ര വന്നു? 1/n raised to n എത്രയാണ്? 25. അതുകൊണ്ട് ഇവിടെ പ്രോബിലിറ്റി ഓഫ് സാമ്പിൾ എന്ന് വന്നു 1/25. സമ്മേഷൻ x bar ഈ ഇത്രയും ഇതിന്റെ സം എത്ര കിട്ടി? 24. നെക്സ്റ്റ് നോക്കിയേ 6 സാമ്പിൾ നമ്പേഴ്സ് ഏതാ? 6, 7, 8, 9, 10, 11, 12, 13. സാമ്പിൾ വാല്യൂസ് ഏതൊക്കെയാ? 5, 3, 5, 5, 5, 6, 5, 8, 5, 11, 6, 3, 6, 5, 6, 6. അതിന്റെ സാമ്പിൾ മീൻ രണ്ടും കൂടെ ആഡ് ചെയ്ത് /2 ചെയ്യുമ്പോൾ എന്ത് വന്നു? 4, 5, 5.5, 6.5, 8, 4.5, 5.5, 6. അതിന്റെ പ്രോബിലിറ്റി ഓഫ് സാമ്പിൾ അഗൈൻ 1/n raised to n എത്രയാണ്? 1/25, 1/25, 1/25 അങ്ങനെ 1/25. അതിന്റെ സാമ്പിൾ മീനിന്റെ ടോട്ടൽ എത്ര വന്നു? ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 45. നെക്സ്റ്റ് നോക്കിയേ സാമ്പിൾ നമ്പേഴ്സ് 14, 15, 16, 17, 18, 19, 20. സാമ്പിൾ വാല്യൂസ് ഏതൊക്കെയാണ്? 6, 8, 6, 11, 8, 3, 8, 5, 8, 6, 8, 8, 8, 11. അതിന്റെ മീൻ എത്ര വന്നു? 7, 8.5, 5.5, 6.5, 7, 8, 9.5. പ്രോബിലിറ്റി ഓഫ് സാമ്പിൾ എത്ര വന്നു? 1/25. എല്ലാത്തിനും 1/25. ഈ സാമ്പിൾ മീൻ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 52. അടുത്ത എത്രയാ? സാമ്പിൾ നമ്പേഴ്സ് ഏതാ? 21, 22, 23, 24, 25. സാമ്പിൾ വാല്യൂസ് ഏതൊക്കെയാ? 11, 3, 11, 5, 11, 6, 11, 8, 11, 11. മീൻസ് എത്രയാ? ഇതിന്റെ 11 + 3 14/2 7, 7, 8, 8.5, 9.5, 11. അതിന്റെ പ്രോബിലിറ്റി ഓഫ് സാമ്പിൾ എത്ര വന്നു? 1/25. ഈ സാമ്പിൾ വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 44. അപ്പൊ ടോട്ടൽ സാമ്പിൾ മീനിന്റെ ടോട്ടൽ എന്ത് വരുന്നു? 24 + 45 + 52 + 44 എത്ര വന്നു? 165. മനസ്സിലായോ എല്ലാവർക്കും?
ഫ്രം ദ എബോവ് ഡിസ്കഷൻസ്, ഇപ്പൊ നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റിലും സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റിലും സാമ്പിൾ മീൻ കണ്ടുപിടിച്ചു ഇല്ലേ? അപ്പൊ ഈ ഡിസ്കഷൻസിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി എന്ന് നോക്കാം. The numerical value calculated for mean varies from sample to sample. ഓരോ സാമ്പിൾ കൺസിഡർ ചെയ്തിട്ടും മീൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇല്ലേ? ന്യൂമറിക്കൽ വാല്യൂ മീനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂമറിക്കൽ വാല്യൂ എല്ലാത്തിലും സെയിം ആയിരുന്നു? അല്ല, അത് ഡിഫറന്റ് ആയിരുന്നു. Therefore എന്ത് പറയാം, ഇറ്റ് ഈസ് എ റാൻഡം വേരിയബിൾ. അതായത് എന്താ, സാമ്പിൾ മീൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് കിട്ടി, ഈസ് എ റാൻഡം വേരിയബിൾ. സാമ്പിൾ മീൻ ഈസ് എ, അതിന്റെ വാല്യൂ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. സാമ്പിൾ മീൻ നമ്മൾ കണ്ടുപിടിച്ചത് എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ആ സാമ്പിൾ മീൻ എന്തായി, ഇറ്റ് ഈസ് എ റാൻഡം വേരിയബിൾ. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ദിസ് മീൻസ് ദാറ്റ് ഈച്ച് സ്റ്റാറ്റിസ്റ്റിക് ഹാസ് ഇറ്റ്സ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ. ഓരോ സ്റ്റാറ്റിസ്റ്റിക്കിനും അതിൻ്റെതായ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ആ ഡിസ്ട്രിബ്യൂഷനെ എന്ത് പറയാം, ആൻഡ് ഈസ് കോൾഡ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. ഓരോ സ്റ്റാറ്റിസ്റ്റിക്കിനും അതിൻ്റെതായ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ആ ഡിസ്ട്രിബ്യൂഷന് പറയുന്ന പേരാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് ആർ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്. അപ്പൊ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്. സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ്. അപ്പൊ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക് ഈസ് കോൾഡ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, probability distribution of a statistic is called sampling distribution. Probability distribution of a statistic അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ വളരെ നന്നായി എഴുതി പഠിക്കുക. താങ്ക് യു.